ഹാർട്ട് ബ്ലോക്കിനെ കുറിച്ച് പഠിക്കാം. ഹാർട്ട് ബ്ലോക്ക് പറയുന്നതിന് മുമ്പ് കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ടിനെ കുറിച്ച് മനസ്സിലാക്കണം. കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഹാർട്ടിലൂടെ എങ്ങനെ പാസ് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു, ബീറ്റിന് വേണ്ടിയിട്ട്, ഹാർട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് എങ്ങനെ ഹാർട്ടിൽ കൂടെ സ്പ്രെഡ് ആവുന്നു, അതാണ്. ശരിക്കും പറഞ്ഞാൽ ഹാർട്ടിന് നെർവസ് സിസ്റ്റത്തിൻ്റെ സഹായമില്ലാതെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതിന് പറയുന്ന പേര് ഇൻട്രിൻസിക് സിസ്റ്റം ഓഫ് ദി ഹാർട്ട് എന്ന് പറയും. ഹാർട്ടിന് സ്വന്തമായിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതിനുവേണ്ടി സ്പെഷ്യൽ സെല്ലുകൾ എവിടെയുണ്ട്? മയോകാർഡിയത്തിലുണ്ട്. ഇതിലെയും ഏറ്റവും മെയിൻ ആയിട്ടുള്ള സെല്ലാണ് എസ്എനോ. ഇങ്ങനെയുള്ള സ്പെഷ്യൽ സെല്ലുകളുടെ ഒരു കൂട്ടമാണ് എസ്എനോ, ഒരു മാസാണ് എസ്എനോ. അത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം സുപ്പീരിയർ വീന കോവയ്ക്ക് അടുത്തായിട്ടാണ്. അതുകൊണ്ടായിരിക്കാം അതിന് സൈനോ ഏട്രിയൽ നോഡ് എന്ന പേര് വന്നത്. സ്ഥിതി ചെയ്യുന്നത് റൈറ്റ് ഏട്രിയത്തിലെ സുപ്പീരിയർ വീന കോവയ്ക്ക് അടുത്തായിട്ടാണ് എസ്എ നോഡ് സ്ഥിതി ചെയ്യുന്നത്. എസ്എ നോഡാണ് നമ്മുടെ നാച്ചുറൽ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ബീറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ നമുക്ക് ബീറ്റിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റി തരുന്നത് എസ്എ നോഡാണ്. ഏകദേശം 60 തൊട്ട് 80 ബീറ്റിനുള്ള ഇലക്ട്രിസിറ്റി ഒരു മിനിറ്റിൽ നമുക്ക് എസ്എ നോഡ് തരുന്നുണ്ട്. അതാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ്. ഏകദേശം 60 to 80 ഹാർട്ട് ബീറ്റ്സ് ഉണ്ടാക്കാനുള്ള ഇലക്ട്രിസിറ്റി എസ്എ നോഡ് തരുന്നുണ്ട്. എസ്എ നോഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ഇമ്പൾസുകൾ എങ്ങോട്ടെത്തും? എ ബി നോഡിലോട്ട് എത്തും. നമ്മുടെ സെക്കൻഡറി പേസ് മേക്കറായ എ ബി നോഡിലോട്ട് എത്തും. എ ബി നോഡ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഏട്രിയത്തിന്റെയും വെൻട്രിക്കിളിന്റെയും ഇടയ്ക്കായിട്ട് വരും. വാൽവിന് തൊട്ട് മുകളിൽ ഏട്രിയോ വെൻട്രിക്കുലർ വാൽവിന്റെ, അതും റൈറ്റ് ഏട്രിയോ വെൻട്രിക്കുലർ വാൽവിന്റെ മുകളിൽ ഏട്രിയത്തിന്റെ താഴെയായിട്ട് വരും എ ബി നോഡ് സ്ഥിതി ചെയ്യുന്നത്. എസ്എ നോഡ് സ്പ്രെഡ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഇമ്പൾസുകൾ എ ബി നോഡിലെത്തി. എ ബി നോഡിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ബണ്ടിൽ ഓഫ് ഫിസ് എന്ന് പറയും. തുടർച്ചയായിട്ടുള്ള ഒരു ഫൈബറാണ് ബണ്ടിൽ ഓഫ് ഫിസ്. അതുവഴി ബണ്ടിൽ ഓഫ് ഫിസ് വീണ്ടും ഡിവൈഡ് ആകുന്നു. റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചും ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചും, റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചും ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചും. അത് വീണ്ടും സ്പ്രെഡായി താഴോട്ട് പോയിട്ട് മൈന്യൂട്ട് സ്മോൾ ഫൈബേഴ്സ് ആയിട്ട് സ്പ്രെഡ് ആവും, അല്ലെങ്കിൽ അത് ഡിവൈഡ് ആവും. അതിന് പറയുന്ന പേര് പർക്കിൻജെ ഫൈബേഴ്സ്. എസ്എ നോഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഇമ്പൾസുകൾ എ ബി നോഡ് വഴി, അത് ബണ്ടിൽ ഓഫ് ഫിസ് വഴി, ബണ്ടിൽ ബ്രാഞ്ച് വഴി പർക്കിൻജെ ഫൈബറിലോട്ട് സ്പ്രെഡായി അത് ഏകദേശം വെൻട്രിക്കിളിലോട്ട് എത്തും. ഏട്രിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ വെൻട്രിക്കിളിലോട്ട് എത്തും. മനസ്സിലായോ? അപ്പം എസ്എ നോഡിൽ നിന്നും എ ബി നോഡിലോട്ട് ഇലക്ട്രിക്കൽ സിഗ്നലുകൾ എത്തുന്ന അതേ സമയത്ത് ഏട്രിയം മൊത്തം ആ സിഗ്നലുകൾ സ്പ്രെഡ് ആവുന്നുണ്ട്. എസ്എ നോഡിൽ നിന്ന് ഇലക്ട്രിക്കൽ സിഗ്നലുകൾ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പം ഏട്രിയത്തിന് അല്ലെങ്കിൽ രണ്ട് ഏട്രിയത്തിനും, റൈറ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് ഏട്രിയത്തിനും ഇലക്ട്രിസിറ്റി കിട്ടുമ്പോൾ റൈറ്റ് ഏട്രിയവും ലെഫ്റ്റ് ഏട്രിയവും കൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഏട്രിയൽ സിസ്റ്റോൾ നടക്കും. ഏകദേശം ഇതിനെടുക്കുന്ന സമയം 0.1 സെക്കൻഡ്. എസ്എ നോഡിൽ നിന്ന് എ ബി നോഡിലോട്ട് എത്തുന്ന ആ സമയം കൊണ്ട് തന്നെ എസ്എ നോഡിൽ നിന്ന് ഏട്രിയം മൊത്തം രണ്ട് ഏട്രിയത്തിലേക്കും ഇലക്ട്രിക്കൽ സിഗ്നലുകൾ സ്പ്രെഡ് ആവും. ഇതിനെടുക്കുന്ന സമയം 0.1 സെക്കൻഡ്. അതിനുശേഷം എ ബി നോഡിൽ നിന്നും എസ്എ നോഡിൽ നിന്ന് കിട്ടിയ സിഗ്നലുകൾ എ ബി ബണ്ടിൽ അഥവാ ബണ്ടിൽ ഓഫ് ഫിസ് വഴി ബണ്ടിൽ ബ്രാഞ്ചസ് വഴി പർക്കിൻജെ ഫൈബേഴ്സിലോട്ട് സ്പ്രെഡ് ആകാൻ എടുക്കുന്ന സമയം ഏകദേശം 0.3 സെക്കൻഡ്സ്. എ ബി നോഡിൽ നിന്ന് ബണ്ടിൽ ബ്രാഞ്ചിലൂടെ അത് പർക്കിൻജെ ഫൈബേഴ്സിലോട്ട് ആ ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ സ്പ്രെഡ് ആകാൻ എടുക്കുന്ന സമയം 0.3 സെക്കൻഡ്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വെൻട്രിക്കിൾ കൺട്രാക്ട് ആവും അഥവാ വെൻട്രിക്കുലാർ സിസ്റ്റോൾ നടക്കും. അതിനെടുക്കുന്ന സമയം 0.3 സെക്കൻഡ്. വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ അഥവാ വെൻട്രിക്കുലാർ സിസ്റ്റോൾ. അതിനുശേഷം ഇതിന് പറയുന്ന പേര് ഇലക്ട്രിസിറ്റി ഇമ്പൾസുകൾ മയോമെട്രിയത്തിലൂടെ മൊത്തം സ്പ്രെഡ് ആകുന്നു. ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലോട്ട് ഇലക്ട്രിസിറ്റി സ്പ്രെഡ് ആകുന്നതിന് പറയുന്ന പേര് ഡീപോളറൈസേഷൻ.
ഡീപോളറൈസേഷൻ നടന്നതിന് ശേഷം അത് സിഗ്നലുകൾ തിരിച്ച് പഴയ അവസ്ഥയിൽ പോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്നതിന് പറയുന്ന പേര് റീപോളറൈസേഷൻ. അപ്പം ഏട്രിയൽ കൺട്രാക്ഷനും വെൻട്രിക്കുലാർ കൺട്രാക്ഷനും ശേഷം മയോമെട്രിയം ഇലക്ട്രിക്കലി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്ന ഇതിന് പറയുന്ന പേര് ഡയസ്റ്റോൾ. കംപ്ലീറ്റ് കാർഡിയക് ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് മയോകാർഡിയം തിരിച്ചെത്തുന്നു, ഇലക്ട്രിക്കലി സ്റ്റേബിൾ ആകും, തിരിച്ച് സ്റ്റേബിൾ ആകും. ഇതിന് ഏകദേശം എടുക്കുന്ന സമയം 0.4 സെക്കൻഡ്. കംപ്ലീറ്റ് കാർഡിയാക് ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഈ സമയത്തിനുള്ളിൽ ഈ ഹാർട്ടിന്റെ മയോകാർഡിയം തിരിച്ച് ഇലക്ട്രിക്കലി സ്റ്റേബിൾ ആയിട്ട് സ്ഥിതിയിലേക്ക് തിരിച്ചെത്തുന്ന സമയം കൊണ്ട് കിട്ടുന്ന ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഏട്രിയത്തിന് വീണ്ടും ബ്ലഡ് ഫില്ല് ചെയ്യാനുള്ള സമയം കിട്ടും. ഏട്രിയൽ ചേമ്പേഴ്സിലേക്ക് സുപ്പീരിയർ വീന കോവയിൽ നിന്നും പൾമോണറി വെയിനിൽ നിന്നും ബ്ലഡ് വന്ന് ഫില്ലാകും. എന്ന് പറഞ്ഞാൽ അടുത്ത സൈക്കിളിന് അല്ലെങ്കിൽ അടുത്ത ബീറ്റിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് വന്ന് എവിടെ നിറയും? ഏട്രിയത്തിൽ വന്ന് നിറയും. ഈ 0.4 സെക്കൻഡിൽ അഥവാ കാർഡിയാക് ഡയസ്റ്റോൾ അഥവാ കംപ്ലീറ്റ് കാർഡിയാക് മസിൽസിന്റെ റിലാക്സേഷൻ ടൈമിൽ ഇത് സംഭവിക്കും. ഇതാണ് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ദി ഹാർട്ട്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എങ്ങനെ മയോകാർഡിയത്തിലൂടെ സ്പ്രെഡ് ആകുന്നു ഫോർ 1 ബീറ്റ്, ഒരു ബീറ്റിന് വേണ്ടി. നമുക്കിത് ECG എങ്ങനെ കാണിക്കാമെന്ന് നോക്കാം. കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രോഡ് വെച്ച് കഴിഞ്ഞാൽ വാട്ടറും ടിഷ്യൂവും സിമ്പിളായിട്ട് ഇലക്ട്രിസിറ്റിയെ അത് ഇലക്ട്രോഡിലൂടെ നമുക്ക് കണ്ടക്ട് ചെയ്ത് നമുക്കൊരു മോണിറ്ററിലോട്ട് അല്ലെങ്കിൽ ഒരു ഓസിലേറ്ററിലോട്ട് കാണിക്കാൻ പറ്റും. അത് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വേവ്സുകളാണ്. 5 വേവ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. PQRST എന്ന് പറയും. PQRST ചിലപ്പോൾ ഒരു ചെറിയ വേവും കൂടെ അവിടെ വരാം. PQRST ചില സമയത്ത് യു വേവ് കാണാം, പക്ഷെ യു വേവ് ഡൊമിനന്റ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ വലുതായിട്ട് കാണത്തില്ല, ചെറിയ രീതിയിൽ കാണാം. അത് അബ്നോർമാലിറ്റി അല്ല. കാരണം യു വേവ് റെപ്രസെന്റ് ചെയ്യുന്നത് പർക്കിൻജെ ഫൈബേഴ്സിന്റെ റീപോളറൈസേഷൻ ആണ്, തിരിച്ചു വരുന്ന അവസ്ഥയാണ് ഇലക്ട്രിക്കലി. പക്ഷെ പലപ്പോഴും ഇത്രയും വലിയ സിഗ്നൽ വരുന്നുണ്ട് യു വേവ് കാണാൻ സാധിക്കാറില്ല, യു വേവ് വരാറുമില്ലായിരിക്കും. പക്ഷെ യു വേവ് വലുതായിട്ട് വന്നാൽ അല്ലെങ്കിൽ ഡൊമിനന്റ് ആയിട്ട് വന്നാൽ അത് അബ്നോർമാലിറ്റി ആണ്. അത് ഹൈപ്പർ കലീമിയ പോലുള്ള അസുഖങ്ങളിലൊക്കെ കാണാറുണ്ട്. അപ്പൊ നമുക്കിത് നോക്കാം, വേവ്സ് എന്തിനെയാണ് കാണിക്കുന്നത്. കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ദി ഹാർട്ടിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ECG ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് 5 വേവ്സ് ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഈ P വേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ SA നോഡിൽ നിന്നും AV നോഡിലോട്ട് അല്ലെങ്കിൽ ഏട്രിയൽ മയോകാർഡിയം മൊത്തം ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ സ്പ്രെഡ് ആകാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ അതിനെ കാണിക്കാനാണ് P വേവ്സ് ഉപയോഗിക്കുന്നത്. P വേവ് ഉപയോഗിക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏട്രിയൽ കൺട്രാക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. SA നോഡിൽ നിന്നും ഏട്രിയം മൊത്തം 0.1 സെക്കൻഡ് കൊണ്ട് സ്പ്രെഡ് ആകാൻ എടുക്കുന്നതിന്, ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് സ്പ്രെഡ് ആകുന്നതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് P വേവ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് ചിന്തിക്കുക. AV നോഡിൽ നിന്നും AV ബണ്ടിൽ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് വിസ് വഴി ബ്രാഞ്ചസ് വഴി പർക്കിൻജെ ഫൈബേഴ്സിലോട്ട് ഇലക്ട്രിസിറ്റി സ്പ്രെഡ് ആകുന്നു. അടുത്ത സ്റ്റെപ്പ് അത് കാണിക്കാൻ വേണ്ടിയാണ് QRS കോംപ്ലക്സ് ഉപയോഗിക്കുന്നത്. QRS കോംപ്ലക്സ് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ എന്നും പറയും. ഇത് കഴിയുമ്പോഴാണ് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ നടക്കുന്നത്. ആദ്യം നടന്നത് ഏട്രിയൽ കൺട്രാക്ഷൻ. T വേവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, സിഗ്നലുകളെല്ലാം വന്നു, ബീറ്റ് കംപ്ലീറ്റ് ആയാൽ, കൺട്രാക്ഷൻ കഴിഞ്ഞാൽ തിരിച്ചു മയോകാർഡിയം ഒരു റെസ്റ്റിംഗ് ഇലക്ട്രിസിറ്റി പഴയ ഇലക്ട്രിക്കൽ ചാർജിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വോൾട്ടേജ് പഴയ അവസ്ഥയ്ക്ക് തിരിച്ചു വരും. റീപോളറൈസേഷൻ എന്ന് പറയും. അതിനെടുക്കുന്ന സമയം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു 0.4 സെക്കൻഡ്. 0.4 സെക്കൻഡ്. അത് റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് T വേവിനെ ഉപയോഗിക്കാം. T വേവ്
0.4 സെക്കൻഡ് അഥവാ കാർഡിയാക് ഡയസ്റ്റോൾ. കാർഡിയാക് ഡയസ്റ്റോൾ 0.4 സെക്കൻഡ് കാർഡിയാക് ഡയസ്റ്റോൾ. അപ്പൊ ഞാൻ പറഞ്ഞു ഏട്രിയൽ കൺട്രാക്ഷനെ കാണിക്കാൻ പി വേവ് ഉപയോഗിക്കുന്നു, വെൻട്രിക്കുലർ കൺട്രാക്ഷനെ കാണിക്കാൻ QRS കോംപ്ലക്സ് എന്ന് വെച്ചാൽ AV നോഡിൽ നിന്ന് AV ബണ്ടിൽ വഴി ബണ്ടിൽ ബ്രാഞ്ച് വഴി പർക്കിൻജെ ഫൈബേഴ്സിലൂടെ ഇലക്ട്രിസിറ്റി സ്പ്രെഡ് ആകാൻ എടുക്കുന്ന 0.3 സെക്കൻഡിനെ കാണിക്കാൻ വേണ്ടി QRS കോംപ്ലക്സ് ഉപയോഗിക്കുന്നു. പിന്നെ ടി വേവ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു അത് കാട്ട് പഴയ റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് വരാൻ എടുക്കുന്ന ഇലക്ട്രിക്കലി സ്റ്റേബിൾ ആയി തിരിച്ച് സ്റ്റേബിൾ ആകുന്ന അവസ്ഥയാണ്. അത് ടി വേവ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഏട്രിയൽ കൺട്രാക്ഷൻ, വെൻട്രിക്കുലർ കൺട്രാക്ഷൻ ആൻഡ് കാർഡിയക് ഡയസ്റ്റോൾ മൂന്നും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഒരു കാർഡിയക് സൈക്കിൾ എന്ന് പറയുന്നത്. വൺ കാർഡിയക് സൈക്കിൾ. ഒരു കാർഡിയക് സൈക്കിൾ എടുക്കുന്ന സമയം 0.8 സെക്കൻഡ്. 0.8 സെക്കൻഡ്. അതാണ് നമ്മുടെ ഒരു ബീറ്റിന് എടുക്കുന്ന നോർമൽ ടൈമിംഗ്, ഏകദേശം 0.8 സെക്കൻഡ്. ഏട്രിയൽ കൺട്രാക്ഷൻ, വെൻട്രിക്കുലർ കൺട്രാക്ഷൻ, ടോട്ടൽ കാർഡിയക് ഡയസ്റ്റോൾ ചേർന്നിട്ട് പറയുന്നത് 1 കാർഡിയക് സൈക്കിൾ അഥവാ 0.8 സെക്കൻഡിനുള്ളിലാണ് ഈ ഞാൻ കാണിച്ചേക്കുന്ന ഹാർട്ടിന്റെ സിഗ്നലുകൾ എത്തിയിട്ട് ഒരു ബീറ്റ് നടക്കുന്നത്. ഇതാണ് നോർമൽ കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ദി ഹാർട്ട്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഹാർട്ടിന്റെ അബ്നോർമാലിറ്റി അഥവാ ഹാർട്ട് ബ്ലോക്ക് നമുക്ക് പഠിക്കാൻ പറ്റും. ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് കൺഫ്യൂസ് ആകാം. ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരിക്കലും മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ അല്ല. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ മയോകാർഡിയത്തിലോട്ട് ബ്ലഡ് സപ്ലൈ എത്താതിരിക്കുമ്പോൾ മെയിനായിട്ട് സപ്ലൈ കൊടുക്കുന്നത് കൊറോണറി, മെയിനായിട്ടൊന്നല്ല കൊറോണറി ആർട്ടറിയാണ് മയോകാർഡിയത്തിന് സപ്ലൈ കൊടുക്കുന്നത്. അതിലേതെങ്കിലും ഒരു ബ്രാഞ്ചിന് ബ്ലോക്ക് വന്നിട്ട് അതിന് ചിലപ്പോൾ അതിരോസ്ക്ലീറോസിസോ ഹൈപ്പർ ടെൻഷനോ ത്രോംബോസിസോ ഒക്കെ കാരണമാകാം. അതുകൊണ്ട് മയോകാർഡിയത്തിലോട്ട് ബ്ലഡ് സപ്ലൈ എത്താതെ മയോകാർഡിയൽ ടിഷ്യൂ നെക്രോസ്ഡ് ആകുന്നു, അല്ലെങ്കിൽ സപ്ലൈ കിട്ടാതെ ഓക്സിജൻ റിച്ച് ബ്ലഡ് കിട്ടാതെ മയോകാർഡിയൽ ടിഷ്യൂ മരിച്ചു പോകുന്നു അല്ലെങ്കിൽ നെക്രോസ്ഡ് ആവുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യമായിട്ട് റിലേറ്റ് ചെയ്യുക. കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ദി ഹാർട്ട് അഥവാ SA നോഡിൽ നിന്നും ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ AV നോഡ് വഴി താഴോട്ട് സ്പ്രെഡ് ചെയ്യുന്നു, വെൻട്രിക്കിളിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ പാസ്സാകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു തടസ്സം വന്നാൽ, ഒരു ബ്ലോക്ക് വന്നാൽ അത് ഹൃദയത്തെ ബാധിക്കാം, അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഫംഗ്ഷനെ ബാധിക്കും, അല്ലെങ്കിൽ ബീറ്റിനെ ബാധിക്കും. അപ്പം ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ SA നോഡിൽ നിന്നും, SA നോഡാണ് നാച്ചുറൽ പേസ് മേക്കർ, ഏകദേശം 60 to 100 അങ്ങനെ പറയാം, 60 to 100 ആണ് ഇതിന്റെ ബീറ്റിംഗ് പവർ അല്ലെങ്കിൽ ഫയറിംഗ് റേറ്റ്. അപ്പൊ ഈ SA നോഡിൽ നിന്നും AV നോഡ് വഴി താഴോട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ പാസ്സാകുന്നതിനിടയ്ക്ക് എവിടെങ്കിലും ഒരു ബ്ലോക്ക് സംഭവിച്ചാൽ, അല്ലെങ്കിൽ തടസ്സം സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ സംഭവിച്ചാൽ അതിന് പറയുന്ന പേരാണ് ഹാർട്ട് ബ്ലോക്ക്. ഇതിന്റെ സിവിയാരിറ്റി വെച്ചിട്ട് 3 ടൈപ്പ് ഉണ്ട്. സാധാരണ രീതി ജനറൽ ആയിട്ട് ഇതിനെ 3 ആയിട്ട് തിരിക്കാം. SA നോഡ് ബ്ലോക്ക്, AV നോഡ് ബ്ലോക്ക്, അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഫിസിന്റെ ഭാഗത്തുണ്ടാകുന്ന ബ്ലോക്ക്, അങ്ങനെ തിരിക്കാം. അതല്ലാതെ ഇത് മെയിൻ ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് സിവിയാരിറ്റി വെച്ചിട്ടാണ്. ബ്ലോക്ക് എന്തുമാത്രം ലൈഫ് ത്രെട്ടനിങ് ആണ് അല്ലെങ്കിൽ എന്തുമാത്രം ഇന്റർവെൻഷൻ ആവശ്യമുണ്ട് അതിനനുസരിച്ച് ഇത് 3 ബ്ലോക്കായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡിഗ്രി ബ്ലോക്ക്, സെക്കൻഡ് ഡിഗ്രി ബ്ലോക്ക്, തേർഡ് ഡിഗ്രി ബ്ലോക്ക്. ഫസ്റ്റ് ഡിഗ്രി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സിഗ്നലുകൾ എത്തുന്നുണ്ട് ഏട്രിയത്തിൽ നിന്ന് അഥവാ SA നോഡിൽ നിന്ന് വെൻട്രിക്കിളിലോട്ട് സിഗ്നലുകൾ എത്തുന്നുണ്ട്, ഇമ്പൾസ് എത്തുന്നുണ്ട്.